ഇരുന്ന് എണീക്കുമ്പോൾ നടു നിവരാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? നടുവിനൊരു മുറുക്കം അനുഭവപ്പെടുക, നമ്മുടെ ഈ പോസിൽ നിന്ന് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ. ഇരുന്ന് എണീക്കുമ്പോൾ, രാവിലെ കിടന്ന പൊസിഷനിൽ നിന്ന് എണീക്കുമ്പോൾ, ഒരുപാട് നേരം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്ത് എണീക്കുമ്പോൾ ഈ ഭാഗത്ത് ഒരു ടൈറ്റ്നസ് ഫീൽ ചെയ്ത് നമുക്ക് സ്പൈൻ നേരെ നിവരാൻ പറ്റാത്ത ഒരു അവസ്ഥയുള്ള ആൾക്കാർക്കുള്ളൊരു വീഡിയോ ആണിത്. ഇത് ബാക്ക് പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്ന സ്ട്രെച്ചുകളുടെ ഒരു വീഡിയോ സീരീസ് ആണ്. ഇത് ആ സീരീസിന്റെ 9ാമത്തെ എപ്പിസോഡാണ്. ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഫുൾ കോബ്ര സ്ട്രെച്ച് എന്ന് പറയുന്ന ഒരു സ്ട്രെച്ച് ആണ്. ഹാഫ് കോബ്ര സ്ട്രെച്ചിൽ നമ്മളുടെ നേവൽ വരെയാണ് ലിഫ്റ്റ് ചെയ്യുക എങ്കിൽ ഇതിലാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ഈ തൊടയുടെ ഭാഗം വരെ നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് ഫുൾ കോബ്ര സ്ട്രെച്ച് ആണ്. ഇതിന് നമ്മളിങ്ങനെ കമഴ്ന്ന് കിടക്കുക, എന്നിട്ട് രണ്ട് കൈ നമ്മുടെ ഷോൾഡറിനടുത്ത് വെച്ചിട്ട് ഈ മസിൽസ് കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യുക. ഇതില് ഈ ഭാഗമാണ് നമ്മൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യേണ്ടത്. ഈ നമ്മളുടെ ഹിപ്പ് ഫ്ലെക്സേഴ്സ് വരുന്ന ഭാഗത്തടക്കം നമുക്ക് നല്ലപോലെ സ്ട്രെച്ച് ഫീൽ ചെയ്യണം. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 മുതൽ 15 സെക്കൻഡ് വരെ നമുക്ക് ഹോൾഡ് ചെയ്താൽ നല്ലതാണ്. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ലിമിറ്റ് ആയതിനു ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് മാക്സിമം സാവധാനം താഴത്തേക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു 3 മുതൽ 5 പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ദിവസത്തിൽ 1-2 തവണ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. കലശലായിട്ടുണ്ടാവുന്ന നടുവേദന, ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുണ്ടാവുന്ന നടുവേദനയ്ക്ക് ഈ കോബ്ര സ്ട്രെച്ച് വളരെ എഫക്റ്റീവ് ആണ്. കോബ്ര സ്ട്രെച്ച് കൊണ്ട് നിങ്ങൾക്ക് വേദന മാറിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം അത് ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുള്ള വേദനയല്ല എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ഹാഫ് കോബ്ര സ്ട്രെച്ച് ചെയ്തിരുന്നു. ഇത് അതിനേക്കാളും കുറച്ചൊരു അഡ്വാൻസ് ലെവലാണ്. ഇത് കുറച്ചും കൂടി നമ്മുടെ താഴ്ഭാഗത്തുള്ള സ്പൈനിന് നല്ലപോലെ എക്സ്റ്റൻഷൻ കിട്ടുന്നു. അതുപോലെ നമ്മുടെ ഹിപ്പ് ഫ്ലെക്സേഴ്സിനെയും നല്ലപോലെ എക്സ്റ്റൻഷൻ കിട്ടുന്നു. ഇത് കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ അപ്പർ ബോഡിയും ലോവർ ബോഡിയും കംപ്ലീറ്റ് ആയിട്ട് ഈ ഫോർവേഡ് ചെയിന് നല്ലൊരു സ്ട്രെച്ച് ലഭിക്കുന്ന ഒരു സ്ട്രെച്ച് ആണിത്. ഇത് വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് നല്ല റിസൾട്ട് കിട്ടുക. ബ്രീതിങ് ശ്രദ്ധിക്കുക. ഓവറായിട്ട് നമ്മളുടെ ബോഡിയെ സ്ട്രെയിൻ ചെയ്യരുത്. സ്ട്രെച്ചുകൾ എപ്പോഴും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കണം, നമ്മളുടെ ലിമിറ്റ് അനുസരിച്ചിട്ടായിരിക്കണം. ഒരിക്കലും നമ്മൾ ഒരു പെർഫെക്റ്റ് അല്ലെങ്കിൽ നല്ല പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ യോഗ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആസനമോ നമ്മൾ ഒരിക്കലും കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മളുടെ ബോഡിയുടെ ലിമിറ്റ് ആണ് നിങ്ങൾ ചെയ്യുന്ന പർട്ടിക്കുലർ ആസനത്തിന്റെ ഫൈനൽ ലിമിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ നല്ല പോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ യോഗ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതേ പെർഫെക്ഷനോട് കൂടിയിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല. ഇത് പ്രോഗ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ ഡെയിലി ചെയ്യുക, റിലാക്സ് ചെയ്ത് ചെയ്യുക, മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഈ കാണിച്ച എല്ലാ സ്ട്രെച്ചുകളും നിങ്ങൾക്ക് വളരെ എഫക്റ്റീവ് ആയിരിക്കും. വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിൻ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് എപ്പോഴാണ് നടുവേദന ഉണ്ടാവാറ്? ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴാണോ അതോ കുനിയുന്ന എന്തെങ്കിലും എടുക്കുമ്പോഴാണോ? താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ ഈ സ്വിച്ച് ബോൾ ഉപയോഗിച്ച് നമുക്ക് നടുവേദനയ്ക്കുള്ള വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ട്രെച്ചസ് കാണിച്ചു തരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യൂ.